മതനിരപേക്ഷ ഇന്ത്യയുടെ നിലനിൽപ്പിന് ഇടതുപക്ഷത്തിന്റെ വിജയം അനിവാര്യമാണെന്ന് LDF തവനൂർ മണ്ഡലം കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു. കൺവെൻഷൻ KT ജലീൽ MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പോകണമെന്ന് പറഞ്ഞത് ചുരുക്കെടുത്ത് പറയാൻ നമുക്ക് കഴിയും, നമ്മുടെ പ്രതിനിധികൾക്ക് സാധിക്കും. ഇന്ത്യൻ രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസിന്റെ ശബ്ദം ലോകം കേൾക്കുന്നു. ഇവിടുത്തെ മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നത് നോക്കണ്ട. ലോകോത്തര മാധ്യമങ്ങൾ ജോൺ ബ്രിട്ടാസിന്റെ പ്രസംഗങ്ങളും പ്രസ്താവനകളും എത്ര പ്രാധാന്യത്തോടു കൂടിയാണ് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ജോൺ ബ്രിട്ടാസ് ഒരു ദിവസം രാജ്യസഭയിൽ നടത്തിയ പ്രസംഗം കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോയ 18 MP-മാർ ഈ 10 കൊല്ലം കൊണ്ട് നടത്തിയിട്ടുണ്ടോ? ഈ 10 കൊല്ലം കൊണ്ട് തവനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ CPI ജില്ലാ കമ്മിറ്റി അംഗം KN ഉദയൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി KS ഹംസ, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്, CPM സംസ്ഥാന കമ്മിറ്റി അംഗം VP സാനു, CPM ജില്ലാ കമ്മിറ്റി അംഗം അഷ്റഫ് കാളിയത്ത്, INL ജില്ലാ കമ്മിറ്റി അംഗം മോഹൻഷംസു എന്നിവർ സംസാരിച്ചു. പ്രഖ്യാപിക്കാൻ വേണ്ടി സമയമെടുത്തല്ലോ, അതിനു മുമ്പ് തന്നെ 1-2 റൗണ്ട് ഞങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പൊന്നാനിയിലെ ഇടതുപക്ഷ ക്യാമ്പുകൾ സജീവമായി ഉണർന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഞങ്ങൾക്ക് പ്രത്യേകമായൊരു സംഘടനത്തിൻ്റെ ആവശ്യം വന്നിട്ടില്ല. രണ്ടാമത്തെ ഒരു കാര്യമുള്ളത്, പൗരത്വ നിയമം നടപ്പിലാക്കിയതിന് ശേഷം വന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയ്ക്ക് ഒരു വർദ്ധിത വീര്യം ജനങ്ങളെ കാണുന്നുണ്ട്. അതിനു മുമ്പ് അതിൻ്റെ ട്രയലായി ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് ചുട്ടെടുത്ത പല ബില്ലിലും ഒരാളെയും അവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല. മർദ്ദിത ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയോ ദളിത് പിന്നോക്കക്കാർക്ക് വേണ്ടിയോ ശബ്ദിക്കാൻ ആരെയും കണ്ടില്ല. വോട്ടെടുപ്പിൻ്റെ സമയത്ത് അവരെല്ലാം നേരെ വാലും ചുരുട്ടി മാളത്തിലേക്ക് ഒളിക്കുകയായിരുന്നു. LDF മണ്ഡലം സെക്രട്ടറി A ശിവദാസൻ സ്വാഗതവും പ്രഭാകരൻ നടുവട്ടം നന്ദിയും പറഞ്ഞു. KN ഉദയനെ ചെയർമാനായും A ശിവദാസനെ കൺവീനറായും R മുഹമ്മദിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. NCV ന്യൂസ് എടപ്പാൾ. 1000 വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.